ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, ഗുരുവിൻ്റെ അസ്തിത്വം സനാതനധർമ്മത്തിലാണോ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഹിന്ദുമതത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ തരംതിരിവുകൾ, വർണ്ണവിവേചനം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നിങ്ങനെയുള്ള ദുരാചാരങ്ങളെ ഗുരു ശക്തമായി എതിർക്കുകയും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹത് സന്ദേശം ലോകത്തിനായി നൽകുകയും ചെയ്ത വിശ്വഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ. താൻ ജനിച്ചു വളർന്ന മതത്തിലെ മാലിന്യങ്ങളെ മുഴുവൻ കഴുകിക്കളഞ്ഞ് ശുദ്ധികലശം നടത്തി ഉടച്ചു വാർത്തതിൻ്റെ ഫലമാണ് ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണം. ഈ ഒരു കാരണം കൊണ്ട് ഗുരുവിനെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് വിളിക്കാമെങ്കിലും ഗുരു പരബ്രഹ്മത്തെ അറിഞ്ഞ ആത്മീയ ആചാര്യൻ കൂടിയാണ് എന്നോർക്കണം. രാഷ്ട്രീയ മുതലെടുപ്പിനായി നേതാക്കന്മാർ ഗുരുവിനെ പലവിധ ന്യായങ്ങൾ പറഞ്ഞ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിന്ദുമതത്തിലെ ദൈവമായ ശിവഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ടായിരുന്നു 1888 ഗുരു ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിച്ചത്. ഇവിടെ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാവേണ്ടത് എന്ന സന്ദേശമാണ് സവർണ മേൽക്കോയ്മയെ ഗുരു അറിയിച്ചത്. ഇവിടെ സനാതനധർമ്മത്തിൽ നിലനിന്നിരുന്ന ദുരാചാരത്തെയാണ് ഗുരു എതിർത്തത്. അല്ലാതെ സനാതനധർമ്മത്തെ പാടെ അവഗണിക്കുകയല്ല ഗുരു ചെയ്തത്. അങ്ങനെ അവഗണിക്കാനായിരുന്നുവെങ്കിൽ ഗുരുവിന് ശിവനെ മാറ്റി യേശുദേവൻ്റെ പള്ളി പണിയുകയോ നബി തിരുമേനിയുടെ പള്ളി പണിയുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൻ്റെ ഒരു പ്രതീകം അവിടെ ഗുരുവിനെ സ്ഥാപിക്കാമായിരുന്നു. സനാതനധർമ്മത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കിയ ഗുരു അതിൽ നിന്നും പിന്തിരിയുവാൻ തയ്യാറായില്ല. സനാതനധർമ്മമെന്നത് ഒരു സംസ്കാരമാണ് എന്ന് ഗുരു അന്ന് മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് സനാതനധർമ്മത്തിലെ ദൈവങ്ങളുടെ ക്ഷേത്രപ്രതിഷ്ഠ നടത്തുക എന്ന മഹാദൗത്യത്തിലേക്കാണ് ഗുരു പ്രവേശിച്ചത്. ക്ഷേത്രപ്രതിഷ്ഠയുടെ ഒരു വിപ്ലവമാണ് ഗുരു നിർവഹിച്ചത്. മറ്റ് മതങ്ങളുടേതായ ക്രിസ്ത്യൻ പള്ളിയും മോസ്കുമൊന്നും ഗുരു ഇതോടൊപ്പം പ്രതിഷ്ഠിച്ചതായി അറിയുകയുമില്ല. മരുത്വാമലയിൽ തപസ് അനുഷ്ഠിച്ച് ബ്രഹ്മത്തെ അറിഞ്ഞ മഹാഗുരു സനാതനധർമ്മത്തിലെ ഋഷീശ്വരന്മാരിൽ അഗ്രഗണ്യനാണ്. 60-ൽ പരം കൃതികൾ ഗുരുവിൻ്റേതായിട്ടുണ്ട്. ആത്മോപദേശ ശതകം, ദൈവദശകം, ശിവശതകം, ദർശനമാല, വിഷ്ണു അഷ്ടകം, ഗുഹാഷ്ടകം, ഭദ്രകാളി അഷ്ടകം ഇവയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. ആത്മവിലാസത്തിൽ ഗുരു തന്നെ അരുളുന്നു, ഇതാ നാം ദൈവമായിരിക്കുന്നു എന്ന്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ ഗുരുദേവൻ സനാതനധർമ്മത്തിലെ ഒരു ഉത്തമ ഋഷീശ്വരൻ തന്നെ ആണെന്ന് ആശങ്കയില്ലാതെ പറയാവുന്നതാണ്. സൂര്യനെ മുറം കൊണ്ട് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് സനാതനധർമ്മത്തിന് ഗുരുവിനെ വിട്ടുകൊടുക്കില്ല എന്ന് രാഷ്ട്രീയക്കാർ പറയുന്നത്. വിശ്വഗുരുവിനെ വിശ്വപൗരൻ എന്ന് പറയുന്നത് ആക്ഷേപമല്ലേ? ഇത് പറയുന്ന അവർക്ക് കുറ്റബോധമില്ലേ? പണ്ട് സനാതനധർമ്മത്തിൽ നിലനിന്നിരുന്ന ചാതുർവർണ്ണ്യമെന്ന ക്യാൻസറിനെ അറുത്ത് മാറ്റുക മാത്രമാണ് ഗുരു ചെയ്തത്. അല്ലാതെ ഹിന്ദുമതം അഥവാ സനാതനധർമ്മം തെറ്റാണെന്ന് ഗുരു ഒരിടത്തും പറഞ്ഞിട്ടില്ല. നമുക്ക് ജാതിയില്ല എന്ന് ഗുരു പറഞ്ഞത് ജാതി വ്യത്യാസമില്ലാതെ മാനവർ ഒത്തൊരുമയോടെ ഇവിടെ കഴിയുന്നതിനു വേണ്ടിയാണ്. ഹിന്ദുമതത്തിനേറ്റ ക്യാൻസറിനെ ചികിത്സിച്ച് ഭേദമാക്കുകയാണ് ഗുരു ഇതിലൂടെ ചെയ്തത്. ലോകമുള്ളിടത്തോളം കാലം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ കീർത്തി നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെ ആര് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാലും ഒന്നേ പറയുവാനുള്ളൂ, നിങ്ങൾ സൂര്യനെ
മുറം കൊണ്ട് മറയ്ക്കുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.